ഇനി നമുക്ക് ദേശീയ ചിഹ്നങ്ങൾ നോക്കാം. വളരെ എളുപ്പമായിട്ടുള്ള ഒരു വിഷയമാണിത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർത്ത് വെക്കാനുള്ളൂ. അല്ലാതെ ഇത് പൊതുവായിട്ട് ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ അതിന്റെ കുറച്ച് വർഷങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ നോക്കാനുള്ളൂ. ഇപ്പൊ ദേശീയ ചിഹ്നങ്ങൾ. ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ദേശീയ പതാക ത്രിവർണ പതാക. ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. ദേശീയ പക്ഷി മയിലാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ദേശീയ പക്ഷി മയിൽ. ദേശീയ മൃഗം കടുവ, ബംഗാൾ കടുവയാണ്. ദേശീയ ഫലം മാങ്ങ അല്ലെങ്കിൽ മാമ്പഴം എന്ന് പറയാം. ദേശീയ പുഷ്പം താമര. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ പൈതൃക ജീവി ആനയാണ്. ആന. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ വൃക്ഷം പേരാലാണ്. അത് ചിലര് അരയാൽ എന്നൊക്കെ ഓപ്ഷൻ എന്തായാലും കാണും. അരയാല് പേരാൽ എന്നൊക്കെ കാണും. അപ്പൊ പേരാല് അത് ഓർത്ത് വെക്കുക. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ദേശീയ നദി ഗംഗയാണ്. ദേശീയ പാനീയം ചായയാണ്. ചായ. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ദേശീയ പതാക. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് ദേശീയ പതാക. കുറച്ച് ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇൻഫർമേഷൻ പഠിക്കാനുള്ളൂ. അല്ലാതെ ബാക്കിയൊക്കെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22-നാണ്. നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം 1947 ജൂലൈ 22-നാണ്. ഇപ്പൊ നിലവിൽ അതിനു മുമ്പ് പല പതാകകൾ വന്നിട്ടുണ്ട്, പല രൂപത്തിലും വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് വന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ദേശീയ പതാകയാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. ഇതിനു മുമ്പത്തേത് ഗാന്ധിജിയൊക്കെ അംഗീകരിച്ചത് ചർക്കയൊക്കെയുള്ള ഒരു ദേശീയ പതാകയായിരുന്നു. അതിനു മുമ്പ് ബ്രിട്ടീഷ് പതാകയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ രൂപമാറ്റമൊക്കെ വരുത്തി അങ്ങനെ പലയുണ്ട്. അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, അതൊന്നും നമുക്ക് നോക്കണ്ട. നമുക്ക് ഇപ്പോഴത്തെ മാത്രം നോക്കിയാൽ മതി. 1947 ജൂലൈ 22-നാണ് നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യയാണ്. ആന്ധ്രാപ്രദേശുകാരനാണ് ദേശീയ പതാകയുടെ ശില്പി. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തെയും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തെയും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു. വെള്ളനിറം സത്യസന്ധത, സമാധാനം. വെള്ളനിറം സത്യസന്ധത, സമാധാനം. പച്ചനിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠത. പച്ചനിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠത. ദേശീയ പതാകയുടെ വെള്ളനിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ്. ദേശീയ പതാകയുടെ വെള്ളനിറത്തിന് നടുവിലായി ആലേഖനം ചെയ്തിരിക്കുന്ന അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ്. അശോക ചക്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ചലനത്തെയും പുരോഗതിയെയും പ്രതിനിധീകരിക്കുന്നു. ചലനത്തെയും പുരോഗതിയെയും പ്രതിനിധീകരിക്കുന്നു. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക സ്തംഭം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം 24-ആണ്. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24-ആണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും, ആദ്യം നീളമാണ് കിടക്കുന്നതെങ്കിൽ 3 തന്നെ എഴുതണം. 3:2. ഇപ്പൊ വീതിയും നീളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 2:3 എഴുതിക്കോണം. അങ്ങനെ തിരിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 ആണ്. ദേശീയ പതാക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തുണി ഖാദി അല്ലെങ്കിൽ കൈത്തറിയാണ്. ദേശീയ പതാക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തുണി ഖാദി അല്ലെങ്കിൽ കൈത്തറി തുണിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. ഹൂബ്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ്? കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം, ഹൂബ്ലി, കർണാടകയാണ്. സ്ഥാപിതമായത് 1957 നവംബർ 1-നാണ് സ്ഥാപിതമായിരിക്കുന്നത്.
ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ വർഷം 1906 ആഗസ്റ്റ് 7-നാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയ വർഷം 1906 ആഗസ്റ്റ് 7-നാണ്. ഇന്ത്യയുടെ ആദ്യ പതാകയായ സ്വദേശി പതാക ഉയർത്തിയത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഉയർത്തിയത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. 1907 ബെർലിൻ കമ്മിറ്റിയിൽ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ബെർലിനിൽ കമ്മിറ്റിയിലെ ഇന്ത്യയുടെ പതാക അന്തർദേശീയ തലത്തിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931-ലാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ച വർഷം 1931-ലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോക് അല്ലെങ്കിൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ആണ്. പിംഗലി വെങ്കയ്യ നിർദ്ദേശിച്ച രൂപകൽപ്പനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം മഹാത്മാഗാന്ധി അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയായ സ്വരാജ് പതാകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പതാക. ഈ പതാകയിൽ ചർക്കയുണ്ടായിരുന്നു. 1947 ജവഹർലാൽ നെഹ്റു ചക്രം മാറ്റി സ്ഥാപിച്ചു. ചക്രം മാറ്റി, അതായത് ചർക്ക മാറ്റിയിട്ട് ചക്രമാക്കി. അതായത് പിംഗലി വെങ്കയ്യ നിർദ്ദേശ രൂപകൽപ്പനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം മഹാത്മാഗാന്ധി അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക, അതിന് നടുക്ക് ചർക്കയായിരുന്നു. ഈ ഇതിനു ശേഷം എന്താണ്, ജവഹർലാൽ നെഹ്റു ആ ചർക്ക മാറ്റിയിട്ട് ചക്രമാക്കി. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണ് അപ്പോളോ 15. 1971-ലാണ് അത് നടത്തിയത്. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം അപ്പോളോ 15 ആണ്. 1971-ലാണ്. പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. പലതവണ ചോദിച്ചിട്ടുണ്ട്. പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജിയാണ്. ഏറ്റവും ചെറിയ അളവിലുള്ള ദേശീയ പതാകയാണ് 150 mm × 100 mm. 150 mm × 100 mm. ഏറ്റവും വലിയ അളവിലുള്ളത് 6300 mm × 4200 mm ആണ്. ഏറ്റവും വലിയ അളവിലുള്ള ദേശീയ പതാക 6300 × 4200. VVIP-കളുടെ വിമാനത്തിലുള്ള പതാക 450 × 300 ആണ്. VVIP-കളുടെ വിമാനത്തിലുള്ള പതാക 450 × 300 mm ആണ്. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 225 × 150 ആണ്. കാറുകളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം എത്രയാണ്? 225 × 150 ആണ്. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 150 × 100 ആണ്. മേശപ്പുറത്ത് ഉപയോഗിക്കുന്ന പതാകയുടെ വലിപ്പം 150 × 100 mm ആണ്. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്തു നിന്നുള്ള വലിപ്പങ്ങളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്തതാണ് ഇന്ത്യൻ പതാക നിയമം. ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം ഉളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമമാണ് ഇന്ത്യൻ പതാക നിയമം. നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26-നാണ്. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. റിപ്പബ്ലിക് ദിനമാണ്. ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങളുടെ എണ്ണം 3 ആണ്. ഇന്ത്യൻ പതാക നിയമത്തിലെ ഭാഗങ്ങളുടെ എണ്ണം 3. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണായി ആണ്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണായി. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ നവീൻ ജിണ്ടാലാണ്. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ നവീൻ ജിണ്ടാലാണ്. സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ദേശീയ ദിനങ്ങൾ ഒഴികെ സ്വകാര്യ പൗരന്മാർ പതാക ഉപയോഗിക്കുന്നത് യഥാർത്ഥ നിയമത്തിൽ നിരോധിച്ചിരുന്നു. 2002 സ്വകാര്യ പൗരനായ നവീൻ ജിണ്ടാലിന്റെ അപ്പീൽ പരിഗണിച്ചപ്പോൾ സ്വകാര്യ പൗരന്മാർക്ക് പതാക ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനായി കോഡ് ഭേദഗതി ചെയ്യാൻ ഇന്ത്യൻ സുപ്രീം കോടതി ഇന്ത്യ സർക്കാരിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് പരിമിതമായ ഉപയോഗം അനുവദിക്കുന്നതിനായി ഇന്ത്യൻ കേന്ദ്ര മന്ത്രിസഭ കോഡ് ഭേദഗതി ചെയ്തു. ചിലതരം വസ്ത്രങ്ങളിൽ മാറ്റങ്ങൾ ഉൾപ്പെടെ ചില അധിക ഉപയോഗങ്ങൾ അനുവദിക്കുന്നതിനായി 2005 വീണ്ടും കോഡ് ഭേദഗതി ചെയ്തു. പതാക ഉയർത്തുന്നതിനുള്ള പ്രോട്ടോക്കോളും മറ്റ് ദേശീയ വിദേശ പതാകകളുമായി സംയോജിച്ച് അതിന്റെ ഉപയോഗവും പതാക കോഡ് നിയന്ത്രിക്കുന്നു.
അപ്പൊ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവർക്കും ഒന്നും, സാധാരണ പൗരന്മാർക്കൊന്നും എപ്പോഴും ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അത് ഇപ്പം പതാകയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇവിടെ വലിച്ചെറിയരുത്, അത് പൂർണ്ണമായിട്ടും കത്തിച്ചു കളയണം. അങ്ങനെയൊക്കെയുള്ള ഓരോ നിയമങ്ങളാണ്. പിന്നെ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, അരയ്ക്ക് താഴോട്ട് ഉപയോഗിക്കാൻ പാടില്ല, മുകളിലോട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങളുണ്ട് പതാകയെ പറ്റിയുള്ളത്. ദേശീയ ചിഹ്നം. അടുത്തത് നമുക്ക് ദേശീയ ചിഹ്നം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 26-നാണ്. ഈ കാണുന്നതാണ് സിംഹമുദ്ര എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ അശോക ചക്രം എടുത്തിട്ടുള്ളത് അല്ലെ. ആരക്കാലുകൾ, 24 ആരക്കാലുകൾ, ഇത് രണ്ടും നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. ചോദിച്ചിട്ടുള്ളതാണ് ഏതൊക്കെ മൃഗങ്ങളാണെന്നുള്ളത്. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന എന്നിവയാണ്. അപ്പം എത്ര എണ്ണം ഉണ്ട്? 5 സിംഹങ്ങൾ, ഒരു കാള, ഒരു കുതിര, ഒരു ആന, അങ്ങനെ മൊത്തം 8 മൃഗങ്ങളാണ് വരുന്നത്. 8 മൃഗങ്ങളാണ് വരുന്നത്. 5 സിംഹങ്ങളുണ്ട്, ഒരു കാള, ഒരു കുതിര, ഒരു ആന എന്നിവയാണ്. 5 സിംഹങ്ങൾ ഉണ്ടെങ്കിലും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 3 സിംഹങ്ങളെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. 3 സിംഹങ്ങളെ മാത്രം. അതെ, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് 3 സിംഹങ്ങളെ, പുറകിലും ഉണ്ട് ഒരു സിംഹം, പിന്നെ മുകളിലോട്ടാണ് ഒരു തല വരുന്നത്, നടുക്കായിട്ട് മുകളിലോട്ട് വരും. സിംഹങ്ങൾക്ക് താഴെ ഒരു അബാക്കസ് ഉണ്ട്. അതിൽ ധർമ്മചക്രം, വലതുവശത്ത് കാള, ഇടതുവശത്ത് കുതിര എന്നിവയെ ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹങ്ങൾക്ക് താഴെ ഒരു അബാക്കസ് ഉണ്ട്. അതിൽ ധർമ്മചക്രം, വലതുവശത്ത് കാള, ഇടതുവശത്ത് കുതിര എന്നിവയെ ആലേഖനം ചെയ്തിരിക്കുന്നു. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദീനനാഥ് ഭാർഗവയാണ്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യമാണ് സത്യമേവ ജയതേ. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതയാണ്. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം 2005-ആണ്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം 2005. സ്റ്റേറ്റ് എംബ്ലം ഓഫ് ഇന്ത്യ നിരോധന നിയമം 2005 അനുസരിച്ച് മാത്രമേ ഈ ചിഹ്നം ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്റ്റേറ്റ് എംബ്ലം ഓഫ് ഇന്ത്യ നിയമം 2005 അല്ലെങ്കിൽ നിരോധന നിയമം 2005 പ്രകാരം മാത്രമേ ഈ ചിഹ്നം ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തതാണ് ദേശീയ ഗാനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നൊന്നും ഒരു പോയിന്റ് പോലും കളയാനില്ല. ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-നാണ്. ജനഗണമന ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-നാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് രാംസിംഗ് ഠാക്കൂർ ആണ്. രാംസിംഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശുകാരനാണ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് രാംസിംഗ് ഠാക്കൂർ ആണ്, ഹിമാചൽ പ്രദേശുകാരനാണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളിയാണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്. സംക്ഷിപ്ത രൂപം ആലപിക്കാൻ 20 സെക്കൻഡ്. ഇതും ചോദിച്ചിട്ടുണ്ട്. സംക്ഷിപ്ത രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യമാണ് ഭാരത് ഭാഗ്യ വിധാത. ദേശീയ ഗാനം എടുത്തിരിക്കുന്ന ടാഗോറിന്റെ പദ്യത്തിന്റെ പേരാണ് ഭാരത് ഭാഗ്യോ വിധാത. ഭാരത് ഭാഗ്യോ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് തത്വബോധിനി പത്രിക. 1912. 1912-ലാണ് ഭാരത് ഭാഗ്യ വിധാത പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം തത്വബോധിനി പത്രികയാണ്. 1912-ലാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27-നാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27-ന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ആലപിച്ചത്. ആരാണ് ആലപിച്ചത്? സരളാദേവി ചൗധരാണിയാണ് ആലപിച്ചത്. സരളാദേവി ചൗധരാണിയാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്.
ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തത് ആബിദ് അലിയാണ്. ദേശീയ ഗാനമായ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും തർജ്ജമ ചെയ്തിരിക്കുന്നത് ആബിദ് അലിയാണ്. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ 10 തവണയാണ്. 10 തവണ. ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നു? 10 തവണയാണ്. അടുത്തതാണ് ദേശീയ ഗീതം. ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-നാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24-നാണ്. ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒരേ ദിവസമാണ് അംഗീകരിച്ചത്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശരാഗം. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശരാഗത്തിലാണ്. ജനഗണമന ശങ്കരാഭരണം. രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 1882-ലാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ആനന്ദമഠമാണ്. 1882 കാലഘട്ടത്തിലാണ് അതുള്ളത്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപമാണ്. ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അതിന്റെ പശ്ചാത്തലം എന്താണ്? സന്യാസി കലാപമാണ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. ആനന്ദമഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത. പേരെന്താണ്? ദ ആബി ഓഫ് ബ്ലിസ് എന്നാണ്. ദ ആബി ഓഫ് ബ്ലിസ് എന്നാണ് ആനന്ദമഠത്തിന്റെ തർജ്ജമയുടെ പേര്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷമാണ് 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരബിന്ദ ഘോഷാണ്. ഇംഗ്ലീഷ് ഭാഷ രചിച്ചത് ആരാണ്? അരബിന്ദ ഘോഷാണ്. അത് പേര് എങ്ങനെയാണ്? മദർ ഐ ബൗ ടു ദീ എന്നാണ്. മദർ ഐ ബൗ ടു ദീ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗിയാണ് 1909. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക കർമ്മയോഗിയാണ് 1909. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ദുർഗയാണ്. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ് ആണ്. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ് ആണ്. അടുത്തതാണ് ദേശീയ കലണ്ടർ. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22-നാണ്. ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22-നാണ്. ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 22-നാണ്. ഇംഗ്ലീഷ് കലണ്ടറിൽ ശകവർഷം ആരംഭിക്കുന്നത് മാർച്ച് 22-നാണ്. അതിവർഷത്തില് മാർച്ച് 21. അതിവർഷത്തിൽ മാർച്ച് 21. ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. AD 78-ലാണ് ആരംഭിച്ചത്. ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ്. AD 78-ലാണ് ആരംഭിച്ചത്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ്. ഫാൽഗുനം. ഇനി ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963-ലാണ്. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം 1963-ലാണ്. ശാസ്ത്രീയ നാമം എന്താണ്? പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം. ഈ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. റോയൽ ബംഗാൾ കടുവയാണ് ദേശീയ മൃഗം. പ്രഖ്യാപിച്ച വർഷം 1972-ലാണ് കടുവയെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിച്ചത്. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തറ ടൈഗ്രിസ് ആണ്. പാന്തറ ടൈഗ്രിസ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973-ലാണ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973-ലാണ്. അടുത്തതാണ് ദേശീയ ജലജീവി. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബർ 5-നാണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബർ 5-നാണ്. ശാസ്ത്രീയ നാമം പ്ലാറ്റനിസ്റ്റ ഗാൻജറ്റിക്ക എന്നാണ്. പ്ലാറ്റനിസ്റ്റ ഗാൻജറ്റിക്ക.
വാസസ്ഥലം ഗംഗ, ബ്രഹ്മപുത്ര, മേഘന എന്നീ നദികളിലാണ്. ഗംഗാ ഡോൾഫിൻ ഗംഗയില്, ബ്രഹ്മപുത്രയിലും മേഘനയിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. കാഴ്ചശക്തി തീരെയില്ലാത്ത ഇവ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുകയും ഇര തേടുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? കാഴ്ചശക്തി തീരെയില്ലാത്ത ഇവ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുകയും ഇര തേടുകയും ചെയ്യുന്നത്. കാണപ്പെടുന്ന സ്ഥലം പ്രധാനമായും ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ നദികളിലാണ്. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഗംഗാ ഡോൾഫിനാണ്. ദേശീയ പൈതൃക ജീവി. ദേശീയ പൈതൃക ജീവി ആനയാണ് അല്ലെ? ദേശീയ പൈതൃക ജീവി ആനയാണ്. ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2019 ഒക്ടോബറിലാണ്. 2019 ഒക്ടോബറിലാണ്. ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. അതായത് ഇന്ത്യൻ ആനയാണ്. അതാണ് ഇൻഡിക്കസ് എന്നുള്ളത് വന്നത്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ഇന്ത്യൻ ആനയാണ്. ദേശീയ ഫലം. ദേശീയ ഫലം എന്താണ്? മാങ്ങയാണ് അല്ലെ? ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്ങയാണ്. ശാസ്ത്രീയ നാമം എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം. ദേശീയ പുഷ്പം താമരയാണ്. ശാസ്ത്രീയ നാമം എന്താണ്? നെലംബോ ന്യൂസിഫറയാണ്. നെലംബോ ന്യൂസിഫറ. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് 1950ലാണ്. പേരാലിനെ ദേശീയ വൃക്ഷമായി അംഗീകരിച്ചത് 1950ലാണ്. ദേശീയ നദി ഗംഗയാണ്. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. ചോദിച്ചിട്ടുള്ളതാണ്. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. ദേശീയ ഭാഷയല്ല, ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി. ഹിന്ദി ഭാഷയെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ച വർഷം 1949 സെപ്റ്റംബർ 14-നാണ്. 1949 സെപ്റ്റംബർ 14-നാണ്. ഇന്ത്യയിൽ ഹിന്ദി ദിവസമായിട്ട് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14-നാണ്. ഹിന്ദി ദിവസമായിട്ട് ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 14-നാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 343(1). ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 343(1). ഹിന്ദി ഭാഷ എഴുതാൻ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ലിപിയാണ് ദേവനാഗരി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത്. ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഫിജിയാണ്. ഫിജി. ഇന്ത്യയെ കൂടാതെ ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ടുള്ള രാജ്യം ഫിജിയാണ്. ഇനി ദേശീയ പ്രതിജ്ഞ. ദേശീയ പ്രതിജ്ഞ ഏതാണ്? ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് തുടങ്ങുന്നതാണ് ദേശീയ പ്രതിജ്ഞ. എഴുതിയത് പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ്. ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ്. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ്. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ ഏതാണ്? തെലുങ്കാണ്. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയ വർഷം 1965 ജനുവരി 26-നാണ്. ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയ വർഷം 1965 ജനുവരി 26-നാണ്. അപ്പൊ അത്രയാണ് നമ്മുടെ ദേശീയ മുദ്രകളെ പറ്റിയുള്ള, ദേശീയ ചിഹ്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ.